നിത്യനായ ദൈവമേ, സ്വർഗസ്വപിതാവേ, പുതിയ ദിവസത്തിനായി പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹകരമായിട്ട് ഒരു ദിവസത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ പ്രവേശിപ്പിച്ചു. നീ ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന അനന്ത സാധ്യതകൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി കരയറ്റുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് വന്ന് പ്രിയപ്പെട്ട ഷാജി സാർ രചിച്ച പുതിയ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ സംബന്ധിപ്പാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദി കരയറ്റുന്നു. പ്രിയ സാറിലൂടെ ലഭിക്കുന്ന എല്ലാ അനുഗ്രഹീത ശുശ്രൂഷകൾക്കായിട്ട് സ്തോത്രം. ദീർഘവർഷങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ അനുഗ്രഹകരമായിട്ടുള്ള നേതൃത്വം നൽകുവാൻ പ്രിയ സാറിനെ അവിടുന്ന് സഹായിച്ചു. സഭയിൽ സമൂഹത്തിൽ നിർവഹിക്കുന്ന അനുഗ്രഹീത നേതൃത്വത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സാറിൻ്റെ അറിവും അനുഭവങ്ങളും തലമുറകൾക്ക് പ്രയോജനപ്രദമാകത്തക്ക രീതിയിൽ പുസ്തകങ്ങളാക്കുന്നതിനും പ്രഭാഷണ രൂപേണ പകർന്നു നൽകുന്നതിനും അവിടുന്ന് ഒരുക്കുന്ന എല്ലാ മുഖാന്തരങ്ങൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി കരയറ്റുന്നു. കർത്താവെ, പുതിയ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണം. സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ സാന്നിധ്യവും ഇന്നത്തെ ഈ പങ്കാളിത്തവും ഏറെ അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കുകയും ചെയ്യണം. ഞങ്ങൾക്ക് ഇന്ന് നേതൃത്വം നൽകുന്ന അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുമേനിയുടെ ശുശ്രൂഷകളിൽ വ്യാപരിക്കുന്ന കരുണയ്ക്കായിട്ട് സ്തോത്രം. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള സഹകരണം നൽകുന്നതിനും തിരുമേനിയിലൂടെ ലഭിക്കുന്ന എല്ലാ നന്മകൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് ആശീർവദിക്കണം. തിരുനാമം എല്ലാറ്റിലും മഹിമപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കരുണയോടെ കേൾക്കണമേ. ആമേൻ. ഏറ്റവും സ്നേഹാഭിമന്യനായ അഭിമന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി, ഈ പുസ്തക പ്രകാശനം നിർവഹിക്കപ്പെടുമ്പോൾ പുസ്തകം സ്വീകരിക്കുന്ന ഏറ്റവും ആദരണീയനായ സഭാ സെക്രട്ടറി റവറൻഡ് ABT മാമനച്ചൻ, പ്രാരംഭ പ്രാർത്ഥന നൽകി അനുഗ്രഹിച്ച റവറൻഡ് K. ഗിവറീസ് അച്ചൻ, CSSൻ്റെ ആദരണീയനായ സെക്രട്ടറി റവറൻഡ് സാം കോശിറ്റി അച്ചൻ, CSSൻ്റെ മാനേജർ ബിജോയ് സാറ്, അതിൻ്റെ എഡിറ്ററായി പ്രവർത്തിച്ച ബെഞ്ചമിൻ സാറ്, ബഹുമാന്യരായ സജേഷ് അച്ചൻ, ഷിബു സാമുവൽ അച്ചൻ, ജിജി വർഗീസ് അച്ചൻ, സുബിൻ അച്ചൻ, ഉമ്മൻ K. ജേക്കബ് അച്ചൻ, അതുപോലെ TTIയിലെ എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളായ മറിയം ടീച്ചർ, എൽസ്ബത്ത് ടീച്ചർ, സുബിൻ സാറ്, പ്രിയപ്പെട്ട ജസിൻ സാറ്, അതുപോലെ വളരെ ദൂരെ നിന്ന് തിരൂരിൽ നിന്ന് ഈ വിവരം അറിഞ്ഞ് ഇവിടെ വന്നു ചേർന്ന പ്രിയപ്പെട്ട കബീർ, പ്രിയപ്പെട്ട അജീഷ്, എൻ്റെ വേരുകൾക്ക് നീരായിത്തീരുന്ന എൻ്റെ പ്രിയ സഹധർമ്മിണി അനില, DSMC കുടുംബാംഗങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ട സന്ദീപ്, ലിബു, ഈ ക്രമീകരണത്തിനൊക്കെ വേണ്ട എല്ലാ സഹായം ചെയ്ത ആദരണീയനായ ജസ്റ്റിൻ സാറ്, എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. നീര് തേടുന്ന വേരുകൾ എന്ന പുസ്തകം ഇന്നിവിടെ അഭിമന്യ തിരുമനസ് അതിൻ്റെ പ്രകാശനം നിർവഹിക്കുമ്പോൾ സ്വാഗതം പറയുവാനായി ഞാനിവിടെ നിൽക്കുന്നത് വളരെയധികം വിനയത്തോടും ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ്. കഴിഞ്ഞ വർഷം ഈ സമയം ജൂൺ 19 വായനാ ദിനത്തിന് അഭിമന്യ തിരുമേനി പ്രകാശനം ചെയ്ത മഴ കാത്ത് കിടക്കും വിത്തുകൾ എന്ന ആ പുസ്തകം, അതിൻ്റെ 3-ാം പതിപ്പ് കഴിഞ്ഞ ദിവസം ഇറങ്ങി എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ആ പുസ്തകവും നീര് തേടുന്ന വേരുകൾ എന്ന പുസ്തകവും ഒരേ സമയമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് CSSൽ എത്തിച്ചേർന്നത്. അപ്പോൾ ആദരണീയനായ സാംജി കോശച്ചൻ എന്നെ വിളിച്ച് പറഞ്ഞത്, സാറിൻ്റെ പിള്ളേരൊക്കെ ഇങ്ങ് എത്തിച്ചേർന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിള്ളേരെത്തിച്ചേരുമ്പോൾ പ്രവേശനോത്സവത്തിൽ അധ്യാപകർക്കും ഹെഡ് മാസ്റ്റർക്കും ഒക്കെ വലിയ സന്തോഷമുള്ളൊരനുഭവമാണ്. അതുപോലെ എൻ്റെ പിള്ളേരെത്തിച്ചേർന്നറിഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ തന്നെ കോട്ടയത്ത് നിന്ന് പുറപ്പെട്ട്
എൻ്റെ മക്കളെന്നും സാംജി കോശിയച്ഛൻ്റെ മക്കളെന്നും ഒക്കെ ഒരുമിച്ച് പറയാവുന്ന ആ പുസ്തകം കാണുവാനും കുറച്ച് കോപ്പി എടുക്കുവാനായി വന്നതൊക്കെ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വലിയ സന്തോഷത്തിൻ്റെ അനുഭവമാണ്. എന്നാൽ ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ സന്തോഷ അനുഭവങ്ങളൊക്കെ വരുമ്പോൾ അഭിമന്യ മെത്രാപ്പോലീത്ത തിരുമേനി ധ്യാനയാനം എന്ന പുസ്തകത്തിൽ എഴുതിയ ഒരു സംഭവ കഥ എൻ്റെ മനസ്സിൽ വരാറുണ്ട്. ഒരാളൊരു ആൽസ് പർവ്വതം കയറുകയാണ്. ജോൺ ആഡം സ്മിത്ത് എന്ന് പറഞ്ഞ ആൾ കയറുമ്പോൾ അതിൻ്റെ കൊടുമുടിയിൽ അയാൾ എത്തിച്ചേരുമ്പോൾ അവിടെ നിന്ന് താൻ പിന്നിട്ട വഴികളും അവിടെ നിന്ന് കാണാവുന്ന വിശാലമായ ഒരു ലോകവും മനോഹര ദൃശ്യങ്ങളും ഒക്കെ കാണുമ്പോൾ അദ്ദേഹം തന്നോടൊപ്പമുള്ള ഗൈഡിനോട് പറയുന്നുണ്ട്, എനിക്കിവിടെ നിൽക്കുമ്പോൾ തുള്ളിച്ചാടാൻ തോന്നുന്നുവെന്ന്. അപ്പോൾ ഗൈഡ് പറയുന്ന മനോഹരമായ ചിന്തോദ്ദീപകമായ ഒരു ഗുണദോഷമുണ്ട്. കൊടുമുടികളുടെ ഉന്നതികൾ തുള്ളിച്ചാടാനുള്ള ഇടങ്ങളല്ല, മുട്ടുകുത്താനുള്ള ഇടങ്ങളാണ്. കാരണം കൊടുമുടികളുടെ ഉന്നതികളിൽ നിന്ന് തുള്ളിച്ചാടിയാൽ അഗാധമായ ഗർത്തത്തിലേക്ക് പതിക്കാനുള്ള സാധ്യതയുള്ളതാണ്. അപ്പോൾ അത് മുട്ടുകുത്താനുള്ള ഇടമാണ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ എത്രയോ വലിയ, ഞാനത് ഓർക്കാത്ത ദിവസങ്ങളില്ല. ജീവിതത്തിൻ്റെ സന്തോഷങ്ങളൊക്കെ ദൈവം നമുക്ക് തരുമ്പോൾ അതൊന്നും തുള്ളിച്ചാടി ആഹ്ലാദിക്കാനല്ല, ദൈവസന്നിധിയിൽ മുട്ടുകുത്താനുള്ള അവസരമായിട്ട് കരുതുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ കൃപയുടെ മുമ്പിൽ 21 പുസ്തകങ്ങൾ എഴുതുവാൻ ബലഹീനായ എന്നെ ശക്തീകരിച്ച ദൈവത്തിൻ്റെ അപാരമായ സ്നേഹത്തിൻ്റെയും കൃപയുടെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തുന്നു. ഈ നാളുകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വായനയ്ക്കും എഴുത്തിനും പ്രസംഗത്തിനും ഒക്കെ പ്രോത്സാഹനം നൽകുന്ന അഭിമന്യ തിരുമനസിൻ്റെ ആ മഹനീയമായ സ്നേഹത്തിന് മുമ്പിൽ മുട്ടുകുത്തുന്നു. ഇതിനു വേണ്ട രംഗമൊരുക്കുന്ന CSSൻ്റെ ആദരണീയനായ സാംജി കോശിയച്ഛൻ്റെയും ആ CSS കുടുംബത്തിൻ്റെയും മുൻപിൽ ഞാൻ ഏറെ വിനയാന്വിതനാകുന്നു. എന്നെ സ്നേഹിക്കുകയും ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്ന ഇവിടെ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ വിനയത്തോടുകൂടി എൻ്റെ ഹൃദയം കൊണ്ട് മുട്ടുകുത്തുന്നു. എൻ്റെ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ വായനക്കാരുടെ മുമ്പിലും ഞാൻ മുട്ടുകുത്തുന്നു. ഈ പുസ്തകം ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ആദരണീയനായ പ്രിൻസ് കോരേച്ചൻ കഞ്ഞിക്കുഴി സെൻട്രൽ സ്കൂളിൽ എൻ്റെ ക്ലാസ്സിലിരുന്ന് പഠിച്ചു അച്ഛനെ ഞാൻ ഓർക്കുന്നു. ജീവിതത്തിൽ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിനെ മുറുകെ പിടിക്കുവാൻ താൻ പ്രവർത്തിച്ച എല്ലാ ഇടങ്ങളിലും അതിന് മാത്രം ഉദ്യമിച്ച, മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ഉദ്യമിച്ച, എനിക്കും ഇടയ വെളിച്ചമായി തീർന്ന ആ പ്രിൻസ് കോരേച്ചൻ്റെ എന്നെ കാണുമ്പോഴൊക്കെ സാറിൻ്റെ പുതിയ പുസ്തകം ഇറങ്ങിയോ എന്ന് ചോദിച്ച് എൻ്റെ പുസ്തകം എന്നെ ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട അച്ഛനെക്കുറിച്ചുള്ള സ്മരണകൾക്ക് മുമ്പിൽ ഞാൻ ശിരസ്സ് നമിക്കുകയാണ്. നീര് തേടുന്ന വേരുകൾ, നമുക്കറിയാം നീരും വേരും തമ്മിലുള്ളൊരു പ്രണയത്തിലാണ് എല്ലാ വിത്തുകളും ഒരു പൂക്കാലം ഈ ഭൂമിക്ക് സമ്മാനിക്കുന്നത്. ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നോവലാണ് പൗലോ കൊയ്ലോയുടെ 5th മൗണ്ടൻ. ഇന്ന് രാവിലെയും ഞാനത് രാവിലെ 3 മണിക്ക് എഴുന്നേറ്റപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ആ പുസ്തകം കടന്നു വന്നു. ഞാനതിൻ്റെ അടുത്ത് എപ്പോഴും എടുക്കാവുന്ന രീതി വെച്ചിരിക്കുന്നു, ഞാൻ എടുത്തു. അതിനകത്ത് ഏലിയാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയും. അതടിസ്ഥാനമാക്കിയുള്ളൊരു നോവലാണത്. ഏലിയാവ് ഒരു പ്രഭാതത്തിൽ ഉണരുമ്പോൾ കെരീതോട് വറ്റി വരളുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയാണ്. കെരീത്തിലേക്ക് അയച്ചത് ദൈവമാണ്. അപ്പോൾ ഈ ഏലിയാവ് വിചാരിക്കുകയാണ്, ഒരു നാളിൽ ഈ കെരീത്തിനെ നോക്കിക്കൊണ്ട് ആളുകൾ പറയുമായിരിക്കും, ഇവിടെ പണ്ടൊരു പുഴ ഒഴുകിയിട്ടുണ്ട്, ഇവിടെ പണ്ടൊരു കെരീത്ത് തോട് ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ അത് വെറും മണൽപ്പരപ്പ് മാത്രമാണ്. അപ്പോൾ അവിടെ അദ്ദേഹം പറയുന്നുണ്ട്, ഏതൊരു പുഴയ്ക്കും അതിനെ പുഴയാക്കി തീർക്കുന്നത് അതിൻ്റെ നീരൊഴുക്കാണ്. അതില്ലാതെ പോയാൽ പിന്നെ അത് വെറും മണൽപ്പരപ്പ് മാത്രമാണ്.
എന്നിട്ട് അദ്ദേഹം പറയുന്നു, ചെടികൾക്കും ഭൂമിക്കും മാത്രമല്ല ഓരോ മനുഷ്യനും നീരൊഴുക്കുകൾ ആവശ്യമാണ്, മഴ ആവശ്യമാണ്, പ്രത്യാശയുടെ, സ്നേഹത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ മഴ ആവശ്യമാണ്. എന്നാൽ അത് ലഭിക്കാതെ വന്നാൽ, അതിനെ ഉൾക്കൊള്ളാതെ വന്നാൽ, ഒരു മനുഷ്യനെ നോക്കിയിട്ട്, ആ ശരീരത്തെ നോക്കിയിട്ട് ആളുകൾ പറയും, പണ്ട് ഒരു പുഴ ഈ മനുഷ്യനിലൂടെ ഒഴുകിയിരുന്നു. ഇതാണ് ജീവിതത്തിൽ കേൾക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തവാക്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മളിലെല്ലാം ഏലിയാവിൻ്റെ ജീവിതം പരിശോധിച്ചാൽ നമുക്കറിയാം, കെരീത്ത് തോടിലെ നീര് വറ്റിയപ്പോഴും ദൈവസ്നേഹത്തിൻ്റെയും കൃപയുടെയും നീര് വറ്റിയില്ല എന്നുള്ളതാണ് ഏലിയാവിൻ്റെ കെരീത്ത് എന്ന പാഠശാല നൽകുന്ന ഏറ്റവും വലിയൊരു പാഠം. പ്രിയമുള്ളവരെ, അവിടെ ആ കെരീത്ത് തോട് വറ്റിയപ്പോൾ ദൈവം നീരൊഴുക്കായി തീർന്നെങ്കിൽ സാരാഭാത്തിലെ വിധവയുടെ ഭവനത്തിലെത്തുന്നതിനെക്കുറിച്ച് പൗലോക്കോയിലോ പറയും. അവിടെ ആ ഭവനത്തിൽ നീര് തേടുന്ന രണ്ട് പേരുകളാണ് അമ്മയും മകനും, വിധവയും മകനും. അവർക്ക് നീരായി തീരുവാൻ ഏലിയാവിനെ ദൈവം നിയോഗിക്കുമ്പോൾ, നീര് തേടുന്നൊരു വേരായ ഏലിയാവിന് നീരായി തീരാൻ ആ വിധവയും മകനെയും ദൈവം തിരഞ്ഞെടുക്കുകയാണ്. അവിടെ ഒരു സംഭാഷണം രേഖപ്പെടുത്തുന്നുണ്ട്. ആ വിധവയോട് ഏലിയാവ് പറയുകയാണ്, കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോവുകയുമില്ല. നീ എനിക്കിവിടെ പാർപ്പിടം ഒരുക്കണം, എന്നിലൂടെ, എൻ്റെ കരങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കും എന്ന് പറയുമ്പോൾ ആ സ്ത്രീ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങളിത് ചെയ്യുമ്പോൾ കൂലിയായിട്ട് തരാൻ എനിക്കൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഏലിയാവ് പറയുന്നുണ്ട്, എൻ്റെ കൂലി ദൈവം തന്നോളൂ. പ്രിയമുള്ളവരെ, ഒരു പുസ്തകം എഴുതുമ്പോൾ അതിൻ്റെ കൂലി ആരാണ് തരുന്നതെന്ന് ചോദിച്ചാൽ അത് ദൈവം തരുന്ന അനുഗ്രഹമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ അടുത്ത സമയത്ത് വായിച്ച ഏറ്റവും മനോഹരമായ ഒരു ആത്മകഥയാണ് കമ്പളികണ്ടത്തിലെ കൽഭരണികൾ എന്ന ബാബു എബ്രഹാം എന്ന് പറഞ്ഞ ആൾ എഴുതിയ പുസ്തകം. ഞാൻ താരകയിലൊക്കെ അതിനെക്കുറിച്ച് എഴുതിയിരുന്നു. ഒരു വീട്ടിലെ 4 മക്കൾ എന്തിനാണ് ഒരു പുസ്തകം എഴുതുന്നതെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് കിട്ടിയത് ഈ ബാബുവിൻ്റെ അമ്മ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാത്ത അമ്മയുടെ വാക്കുകളിലാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ബാബു 3 പെൺകുട്ടികൾ. ആ അമ്മ ദാരിദ്ര്യത്തിൻ്റെയും ക്ലേശത്തിലൂടെ കടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും അധ്വാനിച്ച് കുറച്ച് പണം കൊണ്ടുവന്നാൽ അത് പോയി ആ പണം കൂടെ വാങ്ങിച്ചു പോയി മദ്യപിച്ച് വരുന്ന ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ അതിനു മുമ്പ് തന്നെ രാത്രിയിൽ ഈ കുഞ്ഞുങ്ങൾക്ക് പറമ്പിൽ എവിടെയോ ഒരിടത്ത് കണ്ടുപിടിച്ച് അവിടെ പാവിരിച്ച് അവിടെ പാർപ്പിടം ഒരുക്കിയിട്ട് ഈ പിതാവിൻ്റെ മദ്യപാനം കഴിഞ്ഞ് വരുമ്പോൾ ബഹളമെല്ലാം കേട്ട് അമ്മ വാതിൽ തുറന്നു കൊടുക്കാൻ ആ സമയത്ത് ചെല്ലും. അമ്മയ്ക്കിട്ട് 2 അടി കൊടുത്തുകൊണ്ട് തൻ്റെ പ്രചരണ പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പ്രവേശനോത്സവം അങ്ങനെ നടക്കും. അമ്മ ചോറ് വിളമ്പുമ്പോൾ എന്തെങ്കിലും കുറ്റം പറഞ്ഞ് പാത്രമെടുത്ത് ആ അമ്മയുടെ മുഖത്തേക്ക് എറിയുന്ന, ഭാര്യയുടെ മുഖത്തേക്ക് എറിയുന്ന ഭർത്താവ്. അദ്ദേഹം ഉറങ്ങിക്കഴിയുമ്പോൾ ഒരു മകളെയുമായിട്ടായിരിക്കും വരുന്നത്. ആ മകളെയും തിരിച്ചു കൂട്ടി മറ്റു കുട്ടികളോടൊപ്പം പറമ്പിൽ എവിടെയോ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ പോയി കിടന്നുറങ്ങുന്ന ഒരമ്മ. ഒരു ദിവസം കല്ലാർകുട്ടി ഡാമിലേക്ക് മക്കളെയുമായിട്ട് പോവുകയാണ്. പിതാവ് ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞു. അപ്പോൾ ഈ അമ്മ പറയുകയാണ്, ഡാമിൻ്റെ സൗന്ദര്യം കാണിക്കാനല്ല അമ്മ മക്കളെ കൊണ്ടുപോകുന്നത്, എൻ്റെ മുമ്പിൽ മറ്റൊരു മാർഗമില്ല. ഞാൻ ആദ്യം പാലത്തിൽ നിന്ന് കല്ലാർകുട്ടി ഡാമിലേക്ക് ചാടും, നിങ്ങളും പുറകെ ചാടുക. ഒരു മകൾ പറയുന്നുണ്ട്, അമ്മേ ഡാമിലേക്കൊക്കെ വെള്ളത്തിലേക്ക് ചാടാൻ എനിക്ക് പേടിയാണ്. അമ്മ പറയുന്നു, അതല്ലാതെ എൻ്റെ മുമ്പിൽ മറ്റൊരു മാർഗമില്ല. മകൾ പറയുന്നത്, ഞങ്ങളെ ആദ്യം വെള്ളത്തിലെടുത്തിട്ടിട്ട് അമ്മ ചാടൂ എന്നാണ് പറയുന്നത്. എന്നാൽ അവസാനം മകൾ തന്നെ പറഞ്ഞു, നമുക്ക് അടുത്തുള്ള ഗ്രാമത്തിൽ ഭിക്ഷയായി ജീവിക്കാം. ഞാൻ പറഞ്ഞു, അതുപോലെ ദുരിതാനുഭവങ്ങൾ കടന്നുപോയ ഒരാളാണ്. 12 വർഷം കഴിഞ്ഞ് പിതാവ് വരുമ്പോൾ കോലം കെട്ട അവസ്ഥയിൽ അയാൾ തിരികെ വരുന്ന സമയത്ത് ഈ ബാബു എന്ന മകൻ പറയുന്നുണ്ട്, ഈ അപ്പനെ സ്വീകരിക്കേണ്ട, ഇത്രയും നാൾ ഞങ്ങൾ അപ്പനില്ലാത്തവനെന്ന് കേൾക്കാൻ കാരണം ഈ മനുഷ്യനാണ്, അയാളെ സ്വീകരിക്കേണ്ട. എല്ലാം വളരെ വികൃതമായ ഒരു ഭാവത്തിലാണ് അയാൾ വരുന്നത്. ഉടനെ അമ്മ പറയാണ്, മോനെ, എനിക്കെൻ്റെ ഭർത്താവ് സുന്ദരനാണ്, എനിക്ക് നിങ്ങൾ 4 മക്കളെ നൽകിയത് ഈ മനുഷ്യനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാൻ, ഞാൻ സ്വീകരിക്കാം. എന്നിട്ട് ഭക്ഷണം കൊടുത്ത് ബലപ്പെടുത്തുമ്പോൾ ആ ബലം പ്രാപിച്ചിട്ട് അമ്മയെ പിന്നെയും മർദ്ദിച്ച ഒരു പിതാവിനെക്കുറിച്ച് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ടും അമ്മ മരിക്കുന്നതിന് മുമ്പ് അപ്പൻ 1 മാസം 5000 രൂപ ചിലവ് വരും എന്നതുകൊണ്ട്
12 ചെക്ക് എഴുതിക്കുകയാണ് മകനെ കൊണ്ട് അപ്പൻ്റെ ചെലവിന് വേണ്ടി ഓരോ മാസവും കൊടുക്കാനായിട്ട്. എന്നിട്ട് അവസാനത്തോളം അപ്പനെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞാണ് അമ്മ ലോകത്തോട് വിട പറയുന്നത്. നന്ദി ഊന്നാൽ മേരി എന്ന് പറയുന്ന അമ്മ പറഞ്ഞൊരു വാചകം ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ കൊടുത്തിട്ടുണ്ട്. അമ്മ പറയുകയാണ്, വെള്ളം ഉയർന്നു വരുമ്പോൾ നിങ്ങൾക്ക് നീന്തൽ അറിയില്ല എന്ന് കണ്ട് നിങ്ങൾ നിലവിളിച്ച് കളയരുത്. നിങ്ങൾ ഏതെങ്കിലും ആ മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്ന ഒരു തടി കഷ്ണം നീ ചേർത്ത് പിടിക്കുക. അങ്ങനെ പലതും ചേർത്ത് പിടിക്കുക. ഒരു കാട്ടുവള്ളി കൊണ്ടൊരു ചെങ്ങാടം ഉണ്ടാക്കുക. ആ ചെങ്ങാടത്തിൽ നീ തീരത്തിലേക്ക് നീ തുഴയുക. തുഴയുമ്പോഴും ആ തീരത്ത് ചെന്നെത്തിയതിൻ്റെ സന്തോഷം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചതിൻ്റെ സന്തോഷം നമ്മൾ പറയില്ല, ആ സന്തോഷമായിരിക്കണം നിന്നെ നയിക്കേണ്ടത്. എന്നിട്ട് അമ്മ പറയും, എന്നാൽ നീ അതിനുശേഷം ആ ചെങ്ങാടം ഉപേക്ഷിച്ച് കളയരുത്, നീ അത് ഒഴുക്കി വിടണം. ഒരുപക്ഷെ ആരെങ്കിലും ഒരു ചങ്ങാടത്തിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരാത്മാവിന് അത് പ്രയോജനപ്പെട്ടേക്കാം. അങ്ങനെ അനേകർ ആ ചങ്ങാടം കയറി വരുന്നത് കാണുന്നതിലുള്ള സന്തോഷമാണ് നിന്നെ ജീവിതത്തിൽ നയിക്കേണ്ടത് എന്ന് പറഞ്ഞ നന്ദി ഊന്നൽ മേരി എനിക്ക് നൽകുന്ന ഒരു വലിയ പാഠമുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലാത്ത അമ്മയുടെ ആ സ്മരണകൾക്ക് മുമ്പിൽ ഞാനും എൻ്റെ ആദരവ് അർപ്പിക്കുകയാണ്. എന്തിനാണ് പുസ്തകം? തിരുമേനി തന്നെ ആ അവതാരികയിൽ പറയുന്നുണ്ട്, അനേകം കവിതകളും കഥകളും അനുഭവങ്ങളും പുസ്തക വായന അനുഭവങ്ങളൊക്കെ ചേർത്ത് വെച്ച് ഞാൻ എഴുതുമെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ ഇതുപോലെ അനേകം ഒഴുകി വന്ന ആശയങ്ങളും ചിന്തകളുണ്ട്. അവയെ കൂട്ടിക്കെട്ടി എൻ്റെ ചിന്തകളും കൂടെ ചേർത്ത് ഞാനൊരു ചങ്ങാടം ഉണ്ടാക്കി യാത്ര ചെയ്യുകയാണ്. അങ്ങനെ 61ാമത്തെ വയസ്സിൽ ഞാൻ എത്തി നിൽക്കുകയാണ്. പക്ഷേ ഈ വായിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ഈ മുമ്പോട്ട് പോകാൻ സഹായിച്ചെങ്കിൽ, ആ ദൈവവചനം എന്നെ മുൻപോട്ട് പോകാനായിട്ട് ബലപ്പെടുത്തിയെങ്കിൽ, എന്നെ ബലപ്പെടുത്തിയത് വഴിയിൽ ഉപേക്ഷിച്ച് കളയാതെ ഭാവിയിൽ ആരെങ്കിലും ഇത് വായിച്ച് അവർക്കൊരു പ്രതീക്ഷ കിട്ടുന്നുണ്ടെങ്കിൽ അതാകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഈ ചങ്ങാടം അഴിച്ചു. അങ്ങനെ 21ാമത്തെ ചങ്ങാടമാണ് ഈ നീര് തേടുന്ന വേരുകൾ എന്നുള്ള പുസ്തകം. ഇവിടെ പ്രിയപ്പെട്ട സുബിനച്ഛൻ ഇവിടെയുണ്ട്. അച്ഛൻ്റെ പിതാവ് സാമാത്യു സാറ്. ഞാൻ കീഴിലത്ത് എൻ്റെ മിഷണറി യാത്ര, അതായത് അധ്യാപനത്തിന് മിഷണറി യാത്ര ആരംഭിക്കുമ്പോൾ കീഴിലത്ത് ഒരു കുട്ടിയെ പോലെ എൻ്റെ പിതാവിനെ കൊണ്ട് സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോകുന്ന പോലെയാണ് എന്നെ അവിടെ അധ്യാപകനായി ചേർക്കാൻ കൊണ്ടുപോയത്. എന്നെ ചേർത്ത് പിടിച്ച സാമാത്യു സാറ് പരിമല ഹോസ്പിറ്റലിൽ ഒരു ഹാർട്ട് ഓപ്പറേഷന് വിധേയനാകുവാൻ അതിന് തയ്യാറായ സമയത്ത് പിന്നീട് ഈ സുബിനച്ഛൻ എന്നോട് പറഞ്ഞു, എൻ്റെ പിതാവ് വായിക്കാൻ ആഗ്രഹിച്ച പുസ്തകങ്ങൾ സാറിൻ്റെ പുസ്തകങ്ങളായിരുന്നു. സത്യത്തിൽ ഒരു പുസ്തകം, ഇനിയും എത്ര പുസ്തകം എഴുതണമെങ്കിലും ആയുസ് മുഴുവൻ പുസ്തകം എഴുതാൻ എനിക്ക് ആ പ്രചോദനം, ആ ഒരു വാചകം മതി. ഞാൻ പറയാൻ ശ്രമിച്ചത് എന്നാന്ന് ചോദിച്ചാൽ, ഈ ഒരു വലിയ ദർശനത്തോടു കൂടി മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ഈ പുസ്തകത്തിലായിരിക്കുകയാണ്. എനിക്ക് ഇതിന് അനുഗ്രഹം ചൊരിഞ്ഞ് നൽകിക്കൊണ്ടിരിക്കുന്ന അഭിമന്യ തിരുമനസ്സിനെ അടുത്ത ദിവസങ്ങളിൽ തിരുമേനിയോട് കൂടുതൽ ഇടപെടാനും തിരുമേനിയുടെ കഴിഞ്ഞകാല ജീവിത വഴികളെക്കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ തിരുമേനി ഈ നീര് തേടുന്ന വേരുകൾക്കെല്ലാം അനുഗ്രഹമാരിയായി പെയ്ത തിരുമേനിയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചു. കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ കെയർ പ്രോജക്റ്റ് ഉണ്ട്. ആ ECP എന്ന് പറയും. ആ പ്രോജക്റ്റ് തിരുമേനി ആരംഭിക്കാൻ കാരണം, തിരുമേനി തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന അധ്യക്ഷനായിട്ടിരിക്കുമ്പോൾ കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിൽ ഒരിക്കൽ വന്ന് താമസിക്കുമ്പോൾ ചില പെൺകുട്ടികൾ അവരുടെ വേദന പറഞ്ഞ് അവർക്ക് ഇതുപോലെ അവർ നീര് തേടുന്ന വേരുകളായി തിരുമേനി മുമ്പ് പ്രത്യക്ഷപ്പെടുകയാണ്. പഠിക്കാൻ മാർഗ്ഗമില്ല. തിരുമേനി പറഞ്ഞു, നിങ്ങൾക്ക് പഠിക്കാനുള്ള ക്രമീകരണം ഉണ്ടാക്കാം. അവിടുത്തെ ഒരു ട്യൂട്ടോറിലൊക്കെ അവർക്ക് പഠിക്കാൻ ക്രമീകരണം ചെയ്ത് അങ്ങനെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഷിബു സാമുവൽ അച്ഛൻ പറഞ്ഞു 300-ൽ പരം കുട്ടികൾ അങ്ങനെ പഠിച്ച് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ അവർ ശുശ്രൂഷ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നീര് തേടുന്ന വേരുകൾക്ക് വേരായി നിൽക്കുക, അല്ലെങ്കിൽ അവർക്ക് നീരൊഴുക്കായി തീരുക, മഹാപ്രവാഹമായി തീരുക ജീവിതത്തിൻ്റെ മഹാഭാഗ്യമാണെങ്കിൽ ആ മഹാഭാഗ്യം ഇന്ന് നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന അഭിമന്യ തിരുമനസ്സാണ്. 2-3 ആഴ്ചകൾക്ക് മുമ്പ് തിരുമേനി എൻ്റെ നീര് തേടുന്ന വേരുകൾ എന്ന പുസ്തകത്തെക്കുറിച്ച് ഒരു പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ അത് എൻ്റെ ഇങ്ങനെ അവതാരിക ഞാനാണ് എഴുതിയത്. അതിനകത്ത് ഷാജി സാർ ഇങ്ങനെ കാര്യങ്ങൾ ഇന്ന ചിന്തകളൊക്കെ പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ
സാംറ്റിക്കോശി അച്ഛൻ എന്നോട് പറഞ്ഞു, സാർ ഇതിൽ കൂടുതൽ വലിയൊരു പദവി എന്താണ് വേണ്ടത്? ഒരു പ്രഭാഷണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ, ഒരു പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആ പുസ്തകത്തെക്കുറിച്ച് ഇത്രമാത്രം ഒരു നല്ല വിളംബരം നടത്തി അഭിമന്യ തിരുമനസ് തന്നെ നടത്തിയല്ലോ എന്ന് പറഞ്ഞത് ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ കമ്പിളികണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം എഴുതിയ ബാബു ഇബ്രാഹിം സാറും അൻസി കോമാട്ട് സാറും ഒരു ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ചവരാണ്. ഞാൻ ആ കഥ ഇവിടെ പറഞ്ഞിരുന്നു. സാറിനെ സ്വാഗതം ചെയ്യുന്നു. അല്ല, ഞാൻ പറയാൻ ശ്രമിച്ചത് അത്തരത്തിൽ ഒരു പുസ്തകത്തെ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും എൻ്റെ ഒരു ആർട്ടിക്കിൾ വായിച്ചാൽ അന്നേരെ വിളിച്ച് അഭിപ്രായം പറയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന അഭിമന്യ തിരുമനസ് മഴകാത്ത് കിടക്കും വിത്തുകൾക്ക് അനുഗ്രഹ മഴയായി തീർന്നതുപോലെ ഇന്ന് നീര് തേടുന്ന വേരുകൾ പ്രകാശനം ചെയ്യുന്നതിൽ എനിക്ക് ഒരു അനുഗ്രഹ മഴയായി CSSന് തീരുന്നതിൽ ഒത്തിരി അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അഭിമന്യ തിരുമനസിൻ്റെ ആ മഹനീയമായ ഇങ്ങനെയുള്ള മനസ്സിനെയാണ് തിരുമനസ്സെന്ന് വിശേഷിപ്പിക്കേണ്ടതെന്ന് പണ്ട് സുകുമാരയ്ക്കോട് സാറ് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. നീര് തേടുന്ന വേരുകൾക്ക് നീരൊഴുക്കായി മഴയായി തീരുന്നവരാണ് തിരുമനസ്സെന്ന് പറയാമെങ്കിൽ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഔപചാരികതയ്ക്കപ്പുറത്ത് അത്തരത്തിൽ തിരുമനസ്സായിരിക്കുന്ന അഭിമന്യ തിരുമനസ്സിനെ ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് വളരെ ഭക്തിയാദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പുസ്തകം സ്വീകരിക്കുന്നത് അതിനായ ABT മാമനച്ചനാണ്. അച്ഛൻ പലപ്പോഴും ഞാൻ ഓർക്ക് ഇത്രയും തിരക്കുകൾക്കിടയിൽ സഭാ സെക്രട്ടറി എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾക്കിടയിലും അച്ഛന് ഈ എൻ്റെ പല ആർട്ടിക്കിളൊക്കെ വായിച്ച് അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്തത് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. അതുപോലെ പ്രസംഗം കേട്ടാലും അതിനെക്കുറിച്ച് പറയും. അങ്ങനെ എപ്പോഴും എനിക്കൊരു ഈ നീര് തേടുന്ന വേരായി, എനിക്ക് സ്നേഹത്തിൻ്റെ നീരായി തീരുന്ന ആദരണീയനായ സഭാ സെക്രട്ടറി ABT മാമനച്ചനെ വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം പുറത്തിറക്കുന്നത് CSS ആണ്. CSS ഇന്ന് വായനാ ദിനമാണല്ലോ. വായനാ ദിനമൊക്കെ നമ്മൾ പലപ്പോഴും ആചരിക്കുമ്പോൾ ഞാൻ ഇന്നലെ ബിലീവേഴ്സ് സ്കൂളിൽ അവരുടെ 1700-ൽ പരം കുട്ടികളോട് വായനാ വാരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കാനുള്ള അവസരം ലഭിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, അക്വേറിയത്തിലെ മത്സ്യങ്ങളായിട്ട് നിങ്ങൾ തീരാതെ നിങ്ങൾ കടൽ കാണുവാനായിട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നതാണ് പുസ്തകങ്ങളിലേക്കുള്ള ക്ഷണം എന്ന് ഞാൻ അവരോട് പറയുകയുണ്ട്. അതാണ് ക്ഷണക്കത്വം പറയുന്നത്. കാരണം അക്വേറിയത്തിലെ പാഠപുസ്തകങ്ങളിൽ മാത്രം കഴിയുമ്പോൾ അക്വേറിയത്തിലെ മത്സ്യങ്ങൾ പോലെയാണ്. എന്നാൽ കടലിൻ്റെ വലിയ അനുഭവങ്ങളിലേക്ക് അവരെ കടൽ മത്സ്യങ്ങളാക്കി രൂപപ്പെടുത്തുന്ന വലിയ ശുശ്രൂഷയാണ് പുസ്തകങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന, വിദ്യാഭ്യാസം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പണ്ടൊരു കുട്ടിയെക്കുറിച്ച് പറയും, ഒരു വയൽ വരുമ്പത്തൂടെ ഒരു കുട്ടി ഓടുന്നു. അപ്പോൾ അവിടെ പൊയ്കെ നീരാടുന്ന ഹംസങ്ങൾ, ആ ഹംസങ്ങൾ ഈ കുട്ടി ഓടിച്ചെല്ലുന്നത് കണ്ടിട്ട് അവ ആകാശത്തിലേക്ക് പറന്നുയരുന്നു. അപ്പോൾ കറുത്ത മേഘങ്ങളാണ് ആകാശത്തുള്ളത്. ആ മേഘങ്ങളുടെ പശ്ചാത്തലത്തിൽ വെണ്മ തൂകുന്നതായിട്ടുള്ള ഈ ഹംസങ്ങൾ പറന്നുയരുന്ന് കാണുമ്പോൾ ആ കുട്ടി പെട്ടെന്ന് വലിയൊരു മഴ പെയ്യുന്നു. ആ മഴ നനഞ്ഞ് ആ കുട്ടി ബോധരഹിതനായി വീഴുന്നു. അല്പസമയത്തിന് ശേഷം തിരിച്ച് ബോധം വീണ്ടും കിട്ടുമ്പോൾ ആ കുട്ടി പറയുകയാണ്, എനിക്കിപ്പോൾ ഒരു വലിയ തിരിച്ചറിവ് ലഭിച്ചിരിക്കുകയാണ്. ഈ ഹംസങ്ങളെ പോലെ ഞാൻ ഈ വെറുതെ പൊയ്കയിൽ നീരാടേണ്ട ഒരു ഹംസമല്ല. ഈ ആകാശങ്ങളിലെ ചക്രവാളങ്ങൾ എന്നെ കാത്തിരിക്കുന്നു, അവയെന്നെ ക്ഷണിക്കുന്നു, അവയിലേക്കൊക്കെ പറന്നുയരേണ്ടതാണ് എൻ്റെ ജീവിതധർമ്മമെന്ന് ഞാൻ കണ്ടെത്തുന്നു എന്ന് പറഞ്ഞ ആ കുട്ടിയാണ് സ്വാമി വിവേകാനന്ദനും ഗുരുവായി തീർന്ന ശ്രീരാമകൃഷ്ണ പരമഹംസർ. പരമമായ വ്യോമത്തിലെ ഹംസമായി അതേ മാറുന്ന സുന്ദരമായ കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ CSS ഇന്ന് ചെയ്യുന്ന ദൗത്യം അതാണ്. ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ പൊയ്കയെന്നല്ല, അനേകം പുസ്തകങ്ങളുടെ ചക്രവാളങ്ങളിലേക്ക് നമ്മളെ ക്ഷണിച്ചുകൊണ്ട് പോവുകയാണ്. സാംറ്റിക്കോശി അച്ഛൻ ഈ പുസ്തകത്തിന് വേണ്ടി, അതാ ഞാൻ പറഞ്ഞത്, ഈ പുസ്തകം എൻ്റെ കുഞ്ഞാണെന്നും പറയാം, സാംറ്റിക്കോശി അച്ഛൻ്റെ കുഞ്ഞാണെന്നും പറയാം, CSSൻ്റെ കുഞ്ഞാണെന്ന് പറയാം, അങ്ങനെ പറയാവുന്ന ഒന്നാണ്. അപ്പോൾ അത്തരത്തിൽ വളരെയധികം ശ്രദ്ധ അച്ഛൻ ഈ കാര്യത്തിൽ ചലിച്ചതുകൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ട് ഇത് പുറത്തിറങ്ങിയത്. അതുപോലെ കവർ ഡിസൈൻ ചെയ്ത ഗ്ലോബലിലെ ദീപക് സാറ്, അതുപോലെ ഇത് എഡിറ്റ് ചെയ്ത് വളരെ സൂക്ഷ്മമായി എഡിറ്റ് ചെയ്ത് തെറ്റുകളൊക്കെ തിരുത്തുന്ന ബെഞ്ചമിൻ സാറ്, അത് മാനേജർ ബിജോയ് സാർ, അവരെല്ലാം ഇവിടെ ഉണ്ട്. എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇത് സംബന്ധിച്ചുള്ള ഇന്നത്തെ ഈ ക്രമീകരണത്തിൽ അതിൽ വിവിധ രീതി പങ്കാളികളായ അനേകരുണ്ട്. അതുപോലെ ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠ എല്ലാവരും ഉന്നതസ്ഥാനീയരായ ആളുകളാണ്. TTIയിലെ എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുണ്ട്, എൻ്റെ വൈഫുണ്ട്, അതുപോലെ DSMC കുടുംബാംഗങ്ങളുണ്ട്,
ഈ പൂലാത്തീൻ കുടുംബാംഗങ്ങളുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷവും നിങ്ങൾ ഓർക്ക് കബീർ വളരെ തിരൂരിൽ നിന്ന് വരുവാണ്. ഇന്നലെ എറണാകുളത്ത് വന്ന് താമസിച്ച് ഈ പരിപാടി നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നയാളാണ് കബീർ. കബീറിൻ്റെ ഒരു ആവേശം, കബീറിൻ്റെ കൂടെ ഉണ്ട ഒരു സുഹൃത്തുണ്ട്, ഞാൻ പഠിപ്പിച്ചതാണ്, റിഫ എന്ന് പറയും. 2004 ഞാൻ വരുമ്പോൾ ആദ്യ വർഷം പഠിപ്പിച്ച ആളാണ്. റിഫായും കബീറും കൂടെ ഒരിക്കൽ ഭവനത്തിൽ വന്നിട്ട് ഒരു 1 മണി തൊട്ട് 4:45 വരെ സംസാരിച്ച് ട്രെയിൻ പോകുന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർ വീട്ടിൽ നിന്ന് അന്നേരം ഇറങ്ങിയത്. ഈ പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്, അതിൻ്റെ ഒരു ആവേശത്തിൽ. ഞാൻ അതിനുശേഷം ഒരു നിത്യേനതിയുടെ ഒരു പുസ്തക പ്രകാശനത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പ്രകാശനം പിന്നീട് നടക്കുന്നതിൽ പങ്കെടുക്കുന്നതെന്ന് കബീർ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഞാനൊരിക്കൽ വിളിച്ചു. സംസാരം എല്ലാം കഴിഞ്ഞ് ഫോൺ വിളിച്ചു, ഒരു മെസ്സേജ് ഇട്ടു, സാറന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോരുമ്പോൾ പ്രാർത്ഥിച്ചാണല്ലോ ഞങ്ങളെ അയച്ചത്. ഇന്ന് ഫോൺ സംസാരത്തിൻ്റെ അവസാനത്തിൽ സാറ് പ്രാർത്ഥിച്ചില്ലല്ലോ, എനിക്കത് വലിയ സങ്കടമായി പോയെന്ന്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു മനുഷ്യൻ അങ്ങനെ എന്നോട് പറയുന്നത്. നമ്മൾ വിശ്വാസ ഭക്തരുടെ ഒരു ലോകത്താണ് ജീവിക്കുന്നതെങ്കിലും കബീർ എന്നോട്, ഞാൻ പിന്നെ രാവിലെ കബീറിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. എപ്പോൾ സംസാരിച്ചാലും ഫോണിൽ സംസാരിച്ചാലും കബീറിൻ്റെ ഒരു ആഗ്രഹമാണ് അവസാനം പ്രാർത്ഥിച്ച് നിർത്തണമെന്നുള്ളത്. അത് അങ്ങനെ ഒരു നല്ല പ്രാർത്ഥനയാണ് ഈ കബീർ ഈ പ്രാർത്ഥനാ നിരതനായി പുസ്തക സ്നേഹത്തിലൂടെ വന്നതിൽ ഉള്ള പ്രത്യേകമായ സന്തോഷമുണ്ട്. ഇന്നിവിടെ പങ്കെടുക്കുന്ന എല്ലാവരെയും വളരെ ഹൃദയപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. പ്രഭാഷണമാണ് അടുത്തത്. നീര് തേടുന്ന വേരുകൾ എന്നുള്ള പുസ്തകം ഇപ്പോൾ സ്വാഗതം പറഞ്ഞ ഷാജി സാറിൻ്റെ പ്രസംഗത്തിന് ശേഷം മറ്റൊരു പ്രസംഗം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. സാറ് കഴിഞ്ഞ ഒരു 30 മിനിറ്റാണ് സ്വാഗതം പറയുന്നതിനായിട്ട് എടുത്തത്. അതുകൊണ്ട് ഇന്ന് പറയേണ്ട എല്ലാ കാര്യങ്ങളും സാറ് പറഞ്ഞു എന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. 21ാമത്തെ പുസ്തകമാണ് ഇപ്പോൾ ഷാജി സാറ് എഴുതി തീർത്തിരിക്കുന്നത്. അതാണ് ഇപ്പോൾ CSS പ്രസിദ്ധീകരിക്കുന്നതായുള്ള പുസ്തകവും. ഇതിനു മുമ്പ് എഴുതിയതായിട്ടുള്ള മഴ കാത്തു കിടക്കും വിത്തുകൾ എന്നുള്ള പുസ്തകത്തിന് 3ാം പതിപ്പ് ഇറങ്ങി എന്ന് പറയുമ്പോൾ ഷാജി സാറിൻ്റെ പുസ്തകം വായിക്കാൻ എത്രയോ ആളുകൾ നോക്കിയിരിക്കുന്നു എന്നത് മനസ്സിലാക്കുന്നതിനായിട്ട് കഴിയും. ഇതിൻ്റെ അവതാരിക എഴുതുന്നതിനായിട്ട് എന്നോട് പറഞ്ഞ അവസരത്തിലാണ് ഈ പുസ്തകം വായിക്കുന്നതിനായിട്ട് എനിക്കിടയായിട്ട് തീർന്നത്. ഈ വായിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പം, ഇതെല്ലാം ഇങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കും. പിന്നെ പ്രസംഗിക്കുമ്പോൾ അതെല്ലാം പ്രസംഗത്തിലൂടെ പുറത്തു വരും. അതുകൊണ്ട് ഷാജി സാറ് എഴുതിയതായുള്ള പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ പുസ്തകത്തെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അതിന് എനിക്ക് ഈ പ്രസംഗമൊക്കെ നൽകിത്തരുന്ന ഷാജി സാറിനോടുള്ള നന്ദിയാണ് ആദ്യമായിട്ട് എനിക്ക് രേഖപ്പെടുത്തുവാനായിട്ടുള്ളത്. ഷാജി സാറിൻ്റെ ഈ പുസ്തകം നമ്മുടെ പ്രിൻസ് കോരെ അച്ഛനെ സമർപ്പിച്ചിരിക്കുകയാണ്. പ്രിൻസ് കോരെ അച്ഛനെ അറിയാത്തതല്ല ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രിൻസ് കോരെ അച്ഛന് യേശുവിനെ നൽകുവാനൊക്കെ ഇടയായി തോന്നുന്ന സൺഡേ സ്കൂൾ അധ്യാപകനാണ് ഷാജി സാർ എന്ന് പറയുമ്പോൾ പ്രിൻസ് കോരെ അച്ഛൻ്റെ ജീവിതവും പ്രിൻസ് കോരെ അച്ഛൻ്റെ ശുശ്രൂഷകളുമെല്ലാം അതിൻ്റെ ആധികാരികത, അതിൻ്റെ നീര് തേടുന്നതായിട്ടുള്ള വേരുകൾ നൽകിയത് ഷാജി സാർ തന്നെയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അനൽപമായിട്ടുള്ള സന്തോഷമുണ്ട്. പ്രിൻസ് കോരെ അച്ഛനെ കൊച്ചമ്മ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. കാരണം ഈ പ്രിൻസ് കോരെ അച്ഛന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നതായുള്ള പുസ്തകം കൊച്ചമ്മയ്ക്ക് ഇവിടെ ലഭിക്കേണ്ടതാണ്. അടുത്ത സമയത്ത് നമ്മുടെ DBT മാമനച്ഛൻ കൊച്ചമ്മയെ ഇവിടെ വരുത്തുന്നുണ്ട്. അവസരത്തിൽ ഷാജി സാർ പുസ്തകമായിട്ട് വരുന്നത് അയച്ചു കൊടുത്തു. വരുന്നത് നല്ലതായിരിക്കും, നേരിട്ട് കാണുന്നതിനും പറയുന്നതിനുമായിട്ടൊക്കെ. പ്രിൻസ് കോരെ അച്ഛനെക്കുറിച്ച് പറയുന്ന അവസരത്തിൽ ഒരു വാചകം പുസ്തകത്തിൽ പറയുന്നുണ്ട്, പ്രിൻസ് കോരെ അച്ഛൻ ഒരു വിശുദ്ധ കുർബാനയായിട്ട് തീരുകയായിരുന്നു എന്നത്. എന്ന് പറഞ്ഞാൽ ഈ കുർബാന മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അത് നൽകി കൊടുക്കുന്നതിനായിട്ട് ജീവിതത്തെ മുഴുവനായിട്ട് സമർപ്പിച്ച വ്യക്തിയാണ് പ്രിൻസ് കോരെ അച്ഛൻ. തനിക്ക് കിട്ടുന്നതായുള്ള ശമ്പളം തൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഭവനത്തിലുള്ള മക്കൾക്കൊക്കെ ആയി കൊടുക്കുന്നതിന് പകരമായി അന്നേരം വന്ന ആവശ്യങ്ങളൊക്കെ പറയുന്നതായുള്ള ആളുകൾക്ക് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഒക്കെ നൽകി മിക്കവാറും കാലി പോക്കറ്റുമായിട്ടാണ് വീട്ടിൽ ചെല്ലുന്നത്. പിന്നെ കൊച്ചമ്മയാണ് ബാക്കി കാര്യങ്ങളൊക്കെ വീട്ടിലെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. അതുപോലെ
മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചതായിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രിൻസ് കോരയച്ചൻ. നീര് തേടുന്ന വേരുകൾ എന്ന് പറയുന്നതായിട്ടുള്ള അവസരത്തിൽ ജീവദായകമായിട്ടുള്ള ഒരു ശുശ്രൂഷയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. എന്തിനാണ് വേരുകൾ നീര് തേടുന്നത്? ഒരു വൃക്ഷം ജീവനോടുകൂടി നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടുള്ള നീരുകളൊക്കെ തേടിയാണ് വേരുകൾ വിവിധ സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് അപ്രകാരം മനുഷ്യജീവിതം മറ്റുള്ളവരുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കി തീർക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന രംഗങ്ങൾ ഈ പുസ്തകത്തിലൂടെ പ്രതിപാദിക്കുന്നുണ്ട്. പ്രിൻസ് കോരയച്ചൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന അവസരത്തിൽ പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞതായിട്ടുള്ള ഒരു വാക്യം ഉദ്ധരിക്കുന്നുണ്ട്. അവിടെ ഷാജി സാറ് പറയുന്നത്, നമ്മളെല്ലാം അഭിഷിക്തരായിരിക്കണം. പോപ്പ് ഫ്രാൻസിസ് പറയുന്നതായിട്ടുള്ള വാക്കുകളാണ്. നമ്മളെല്ലാം അഭിഷിക്തരായിരിക്കുന്നത് ദൈവത്തിൻ്റെ ചെറിയ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാം അഭിഷിക്തരായിരിക്കുന്നത് ദൈവത്തിൻ്റെ ചെറിയ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു വലിയ കാഴ്ചപ്പാട് ആ പുസ്തകത്തിലൂടെയൊക്കെ രേഖപ്പെടുത്തി കഴിയുമ്പോൾ ഈ വായിക്കുന്നതിനൊക്കെ അപ്പുറമായി എത്രയോ വലിയൊരു ലോകത്തിലേക്കാണ് ഈ പുസ്തകം നമ്മൾ കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. കഴിഞ്ഞ ഞായറാഴ്ച ട്രിനിറ്റി സൺഡേ ആയിരുന്നു. ഞങ്ങൾക്കൊക്കെ പ്രസംഗിക്കാൻ വളരെ വിഷമമുള്ളതായിട്ടുള്ളൊരു വിഷയമാണ് ട്രിനിറ്റിയെക്കുറിച്ച് സംസാരിക്കുക എന്നത്. എന്നാൽ എനിക്കത് വളരെ എളുപ്പമാക്കി തീർത്തത് ഷാജി സാറിൻ്റെ പുസ്തകമാണ്. കാരണം ആ പുസ്തകത്തിൽ ഞാൻ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്, പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കടലിലെ മത്സ്യം അമ്മ മത്സ്യത്തോട് ചോദിക്കുകയാണ്, അമ്മേ കടലെവിടെയാണ്? അപ്പോൾ അമ്മ ഈ ചെറിയ മത്സ്യത്തോട് പറഞ്ഞു, കുഞ്ഞെ ഈ കടലിനെ മാറി നിന്ന് കടൽ എന്താണെന്ന് കാണാൻ നമ്മളെ കൊണ്ടൊക്കെയില്ല, നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഈ കടലിൽ തന്നെ ആഴ്ന്ന് ഈ കടൽ എന്താണെന്ന് അനുഭവിച്ചറിയാണ് ആവശ്യമായിരിക്കുന്നത്. ഇത് ട്രിനിറ്റിയെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചൊക്കെ പറയുന്നതിനായിട്ട് എനിക്ക് വളരെയധികം സഹായമായിട്ട് തോന്നുന്നു. കാരണം ഒരാൾ സൃഷ്ടിക്കപ്പെടുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു കൺഫർമേഷനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിന് പ്രാർത്ഥിക്കാത്തതാൽ ഒരു ആരാധനയുമില്ല. എല്ലാ ആരാധനകളിലും പരിശുദ്ധാത്മാവിന് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്താണ് പിതാവായിട്ടുള്ള ദൈവം, എന്താണ് പുത്രനെ ദൈവം, പരിശുദ്ധാത്മാവെന്ന ദൈവം എന്നൊക്കെ ശരിയായിട്ട് അനുഭവിച്ചറിയുവാനൊക്കെയാണ് അനുഭവങ്ങളുടെ ആഴങ്ങളിലേക്ക് ചെല്ലുകയാണ് ആവശ്യം എന്നത് എനിക്ക് പറയുന്നതിനായിട്ട് ഈ പുസ്തകം സഹായമായിട്ട് തോന്നുന്നു. അതിനപ്പുറത്തായിട്ടൊന്നും ഒരു തൃത്വത്തെക്കുറിച്ചൊന്നും നമുക്ക് വിവരിക്കുന്നതിനായിട്ട് സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതിനെക്കുറിച്ചൊക്കെ പ്രഭാഷണം നടത്തിയതായിട്ടുള്ള അച്ഛന്മാരാണ് കൂടുതൽ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ പുസ്തകം ഈ വെറും ഒരു പുസ്തകമല്ല, അല്ലെങ്കിൽ വേറൊരു പുസ്തകത്തിനെ പ്രകാശനം ചെയ്യുന്ന ഒരു ചടങ്ങുമല്ല. ഇത് ഈ നീര് തേടാൻ തക്കവണ്ണം വേരുകൾ ശ്രമിക്കുന്നത് പോലെ നമുക്ക് ജീവിതത്തെ കണ്ടെത്തുവാൻ തക്കവണ്ണം സാധ്യമായി തീരുന്നതായിട്ടുള്ള ഒരു പുസ്തക രചനയാണ്. അതുകൊണ്ട് തൻ്റെ വായനയും തൻ്റെ പാണ്ഡിത്യവും എല്ലാം തന്നെ ഓരോ കാലഘട്ടത്തിലും സമൂഹത്തിന് നന്മയ്ക്കായിട്ട് തീരണം എന്ന് മനസ്സിലാക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷാജി സാറ്. അതുകൊണ്ട് ജീവിതത്തെ തന്നെ മുറിച്ചു കൊടുക്കുകയാണ്, ജീവിതത്തെ തന്നെ നൽകി കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ മഴ കാത്തു കിടക്കും വിത്തുകളുടെ 3-ാം പതിപ്പ് ഇറങ്ങിയെന്ന് പറയുമ്പോൾ ഷാജി സാറിന് വളരെയധികം സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകാൻ കാരണം സാറ് എഴുതുന്നതായിട്ടുള്ള പുസ്തകങ്ങൾ ആയുഷ്കാലം മുഴുവൻ വായിക്കുന്നതായിട്ടുള്ള ലോകത്തിൽ അനേകം ആളുകളുണ്ട് എന്നുള്ളതുകൊണ്ട് തലമുറകൾ വായിക്കപ്പെടുന്നതായിട്ടുള്ള പുസ്തകമായിരിക്കും എന്നുള്ളതും കൊണ്ട് തന്നെ. അതുകൊണ്ട് വളരെയേറെ അർത്ഥവത്തായിട്ടുള്ള ചിന്തകൾ അടങ്ങിയിരിക്കുന്നതായിട്ടുള്ളൊരു പുസ്തകമാണ് ഇപ്പോൾ ഇന്ന് പ്രകാശനം ചെയ്യുന്നതായിട്ടുള്ള നീര് തേടുന്ന വേരുകൾ എന്നുള്ളതായിട്ടുള്ള പുസ്തകം. 34 അധ്യായങ്ങളിലാണ്. ഇപ്പോൾ 34 എപ്പിസോഡ്സ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ. അതുകൊണ്ട് ഓരോന്നും വളരെ ശ്രദ്ധയോടുകൂടി വായിക്കുവാൻ ഞാൻ നിങ്ങളെല്ലാം ക്ഷണിക്കുകയാണ്. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ അനേകരും വായിക്കപ്പെടുവാൻ്റെ കോണം ഇടയായിട്ട് തീരട്ടെ എന്നത് ഞാൻ പറയണം. അനേക കാര്യങ്ങളുടെ മനസ്സിൽ കൂടെ വരുന്നുണ്ട്. എന്നാൽ സമയത്തിൻ്റെ കുറവ് കൊണ്ടും നീട്ടി സംസാരിക്കരുത് എന്നുള്ളത് കൊണ്ടും ഞാൻ ചുരുക്കുന്നതിനായിട്ട് പോവുകയാണ്. സാറിന് ഈ എപ്പിസോഡുകൾ മാത്രമല്ല ഇഷ്ടം, പദ്യങ്ങൾ വായിക്കുന്നതിനായിട്ട്, അതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നതിനായിട്ടൊക്കെ വളരെയധികം ഇഷ്ടമുണ്ട്.
ഒരു പദ്യശകലത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു മുഖവും ഒന്നിന് പകരമാകുകയില്ല എന്നുള്ളതായുള്ള ഒരു ആശയമാണ്. അതിനകത്തുള്ളത് ഒരു ചെറിയ കുട്ടിയുടെ കാര്യമാണ്. ആ കുട്ടി ഇങ്ങനെ ഒരു പെൻസിലെടുത്ത് എഴുതുകയാണ്. എഴുതി ആ പെൻസിൽ അങ്ങ് തീർന്നു. അപ്പോൾ പിന്നെ കുഞ്ഞ് കരയുകയാണ്. കുഞ്ഞ് കരയുന്നതിൻ്റെ കാര്യം വേറെ പെൻസിൽ ഇല്ലാഞ്ഞിട്ടില്ല, വേറെ പെൻസിൽ കൊടുക്കാൻ ആളുകൾക്ക് തയ്യാറാണ്. എന്നാൽ കുഞ്ഞ് പറയുന്നത് ഞാൻ എഴുതി ആ പെൻസിലിന് പകരം വേറൊരു പെൻസിലാകുകയില്ലല്ലോ. നമ്മളെ വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കുന്നതാണ് ഒരാശയമാണിത്. ഇത് ഈ പദ്യങ്ങളിലൂടെയൊക്കെയാണ് സാറിൻ്റെ കയ്യിലൂടെ വരുന്നത്. മുഖം എന്ന് പറയുന്നതായിട്ടൊരു പദ്യശാലമാണ്. അതിൽ കൂടെയാണ് സാറിൻ്റെ കയ്യിലേക്ക് വരുന്നത്. എന്നാൽ സാറത് വീണ്ടും വീണ്ടും ചിന്തിച്ചൊക്കെ നമുക്ക് എഴുതി തരുന്നതായിട്ടുള്ള അവസരത്തിൽ ഏറെ അർത്ഥതലങ്ങളിലേക്ക് ആഴത്തിലേക്കൊക്കെ ഇറങ്ങുവാൻ തക്കവണ്ണം നമുക്ക് സഹായമായിട്ട് തീരുന്നു. അതാണ് വേരിൻ്റെ ദൗത്യവും. ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നേരോടെയുണ്ട് അവിടുന്ന് നീര് കണ്ടെത്തി അതൊരു വലിയ വൃക്ഷത്തിന് സഹായമായി തീരുക എന്നുള്ളത്. അതുകൊണ്ട് വേരുകൾ ഒരു ഫങ്ഷണലായിട്ടുള്ള കാര്യമാണ്. അത് നീര് തേടുക എന്ന് പറയുന്നതായിട്ടുള്ള അവസരത്തിൽ ജീവൻ നിലനിർത്തുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കുക എന്നതാണ്. ക്രൈസ്തവ ധർമ്മം അതിനപ്പുറത്തായിട്ടൊന്നല്ല എന്നത് പറയാനായിട്ട് ശ്രമിക്കട്ടെ. വായനാ ദിനത്തെക്കുറിച്ചൊക്കെ സാറ് പറയുകയുണ്ടായി. പലതിങ്ങനെ മനസ്സിൽ വരുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല. വായനാ ദിനത്തെക്കുറിച്ച് പറഞ്ഞതായിട്ടുള്ള അവസരത്തിൽ മീര് എഴുതിയതായിട്ടുള്ള ക്രിസ്തോസം തിരുമേനിയുടെ ആർട്ടിക്കിളുണ്ട്. ആ ആർട്ടിക്കിളിൽ ഈ വായനാ ദിനത്തിൽ തിരുമേനി ഒരു കുട്ടികളുടെ അടുത്ത് ചെന്നൊരു ഒരു ചക്കക്കുരു കാണിച്ചിട്ട് ചോദിക്കുന്നു, ഇതെന്താ? അവരുടനെ പറയുന്നത് ചക്കക്കുരുവാണ്. അപ്പോൾ തിരുമേനി അവരോട് പറയുന്നുണ്ട്, ഇതൊരു വലിയ പ്ലാവാണെന്നും പ്ലാവ് നിറയെ ചക്കയാണെന്നും ചക്കയ്ക്കകത്ത് മുഴുവൻ ചക്കക്കുരുവാണെന്നും ഒക്കെ ഉള്ള ഒരു ദർശനം ലഭിക്കുന്നതാണ് വിദ്യാഭ്യാസം. അല്ലാതെ ഇത് ചക്കക്കുരുവാണെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? വെറും ചക്കക്കുരുവാണെന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസമല്ല. വിദ്യാഭ്യാസം ദർശനമാണ്. ആ വലിയ ദർശനത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരണം എന്നത് ഈ പുസ്തകത്തിൽ തന്നെ മീരെ കോട്ട് ചെയ്തുകൊണ്ട് മീര എഴുതിയതായിട്ടുള്ള പുസ്തകത്തിലെ അധ്യായത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് പ്രതിപാദിക്കുന്നതായിട്ടുള്ള വിഷയമാണ്. സാർ ഇന്നലെ ബിലീവേഴ്സ് ചർച്ചിലൊക്കെ പോയി അനേക കുട്ടികളോട് സംസാരിച്ചു എന്നതൊക്കെ പറയുകയുണ്ടായിരുന്നു. നമ്മളുടെ ഇടയിൽ തന്നെ 30 മിനിറ്റ് സംസാരിക്കാമെങ്കിൽ പിന്നെ കുട്ടികളുടെ ഇടയിൽ 1 മണിക്കൂറും 1.5 മണിക്കൂറൊക്കെ സംസാരിക്കുന്നത് യാതൊരു പഞ്ചവും സാറിനില്ല. സാറിനെ അങ്ങോട്ട് വിളിച്ച് നിർത്തിയാൽ മതി, അങ്ങ് ഒഴുകിക്കോളൂ. അതുകൊണ്ട് അപ്രകാരമാണ് സാറിൻ്റെ വായനയും ചിന്തകളും എഴുത്തുകളും എല്ലാം തന്നെ. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം സമാഹാരമായിട്ടുള്ള നീര് തേടുന്ന വേരുകൾ എന്നുള്ളതായുള്ള ഈ പുതിയ പുസ്തകം CSSI പ്രസിദ്ധീകരിച്ചത് എനിക്കേറെ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ അനേകരുടെ കയ്യിലേക്ക് ഇത് എത്തുന്നതിനായിട്ട് സാധ്യതയുണ്ട്. അപ്രകാരം ഒരു പുസ്തകം രചിക്കുവാനും 34 അധ്യായങ്ങളടങ്ങുന്നതായുള്ള പുസ്തകം സമാഹരിച്ച് നമുക്കെല്ലാവർക്കും സമ്മാനിക്കുവാനായിട്ടും സാറ് മനസ്സെ കാട്ടിയതിൽ സാറിനോടുള്ള സന്തോഷവും നന്ദിയും എല്ലാവരുടെയും പേരിലും സഭയുടെ പേരിലും ഞാൻ അറിയിച്ചുകൊണ്ട്, പിന്നെ സഭയിൽ അറിയപ്പെടുന്നതായിട്ട് ഒരു എഴുത്തുകാരനാണ് സാറ്. അതുകൊണ്ട് തന്നെ ഈ സഭ അതിൽ അഭിമാനം കൊള്ളുന്നു. അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഇനി ഏറെ രചിക്കുവാനായിട്ടും അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഏറെ ലഭിക്കുന്നതിനായിട്ടും ആയുസ് ലഭിക്കുന്നതിനായിട്ടും എല്ലാം ജഗദീശ്വരൻ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വിനയപൂർവ്വം നിങ്ങളുടെ എല്ലാ സമ്മതത്തോടുകൂടി ഞാൻ ഈ പുസ്തകം പ്രകാശനം ചെയ്യുകയും ഇതിൻ്റെ ആദ്യത്തെ കോപ്പി നമ്മുടെ സഭാ സെക്രട്ടറി, ചെറിയ പുള്ളിയൊന്നുമല്ല വലിയ പുള്ളിയാണ്, സഭാ സെക്രട്ടറിക്ക് നൽകി പ്രകാശനകർമ്മം നിർവഹിക്കുകയും ചെയ്യുന്നു. ആ വായിച്ചിട്ടില്ല, വായിച്ചോളാനാണ്. തിരുമേനി, ബഹുമാനപ്പെട്ട വൈദികരെ, ഇന്ന് ഈ പ്രോഗ്രാമിന് കാരണമായി തീർന്ന ബഹുമാനപ്പെട്ട ഷാജി സാറ്, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹ വന്ദനം. ഇനി വായനാ ദിനത്തിൽ ഈ ഷാജി സാറിൻ്റെ 21ാമത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് മാർത്തോമാ സഭയിൽ കൂടെ സാർ അറിയപ്പെടുകയും സാറിൽ കൂടെ മാർത്തോമാ സഭ അറിയപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം ആണ്. തീർച്ചയായിട്ടും സാറിൻ്റെ കൂടുതൽ പുസ്തകങ്ങൾ രചിക്കുവാനും തലമുറകൾക്ക് അത് കൈമാറുന്ന ഒരു അമൂല്യ ശേഖരമായി തീരുന്നതിൽ കൂടി അനേകരെ പ്രബുദ്ധരാക്കുവാനും സാറിൻ്റെ ഈ സാഹിത്യ രചനകൾ വീണ്ടും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ എവിടെയോ വായിച്ചത് ഓർക്കുന്നു, എബ്രഹാം ലിങ്കൻ പറഞ്ഞതാണ്, എനിക്കില്ലാത്ത ഒരു പുസ്തകം തരുന്ന ആളാണ് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറഞ്ഞത് എവിടെയോ വായിച്ചത് ഓർക്കുന്നു. അങ്ങനെയെങ്കിൽ ഷാജി സാറൊക്കെ അതുക്കും മേലെയാണ്. കാര്യം ഇല്ലാത്ത പുസ്തകം തരുന്നു എന്നുള്ളതല്ല, ഒരു പുസ്തകം ഉണ്ടാക്കി തരുന്നു എന്നുള്ളതാണ് ഷാജി സാറിൻ്റെ പ്രത്യേകത. അങ്ങനെ
കൂടുതൽ പുസ്തകങ്ങളൊക്കെ ഉണ്ടാക്കി തരുവാൻ സാറിനെ ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ളതായ നന്മകൾ നേർന്നുകൊണ്ട് ഈ നീര് തേടുന്നതായിട്ടുള്ള വേരുകൾ അനേകർക്ക് നീര് കണ്ടെത്തുവാനും വേരുകൾ ബലപ്പെടുവാനും ഇടയാകട്ടെ എന്ന് ആശംസിച്ചും കൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ സാം ടി കോശൻ കൃതജ്ഞത പ്രകാശിപ്പിക്കും. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയ അധ്യാപകരെ, തിരൂരിൽ നിന്നെത്തിയിരിക്കുന്ന കവിയരടക്കം ഉള്ളവരെ, എല്ലാവർക്കും സ്നേഹ വന്ദനം. ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ഒരു ഡീക്കൻ കേരളത്തിലുണ്ടായിരുന്നു, കേരളത്തിലെ സഭകളെക്കുറിച്ച് പഠിക്കാൻ. അതിൽ തൃശ്ശൂരുണ്ടായ കൽദായ സുറിയാനി സഭയെക്കുറിച്ചും തൃശ്ശൂരുള്ള കാത്തലിക് ചർച്ചിനെക്കുറിച്ചും പഠിക്കുകയുണ്ടായി. അപ്പോൾ ആ രണ്ട് ചർച്ചും തമ്മിലുള്ള വ്യത്യാസത്തിൽ അദ്ദേഹം എത്തിയ ഒരു സെൻറ്റൻസ് ഉണ്ട്: എഴുത്ത് ഒരു സഭ നിലനിൽക്കാൻ വളരെ ആവശ്യമാണ്, പ്രസിദ്ധീകരണങ്ങൾ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ സഭയെ സംബന്ധിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നിമിഷമാണ് ഇത്. CSSനെ സംബന്ധിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു നിമിഷമാണിത്. CSS 2 തരം എഴുത്തുകാർ വരാറുണ്ട്. ഒന്നാമത്തെ എഴുത്തുകാരെന്നാൽ ഞങ്ങൾ ഓടിച്ചിട്ട് പിടിച്ച് എഴുതിക്കാൻ കൊണ്ട് അവരുടെ പുറകെ നടന്ന് നമ്മളൊരു വഴിയാകും. രണ്ടാമത്തെ പറഞ്ഞാൽ മൊത്തം സാധനം എഴുതി ഡിസൈൻ ചെയ്ത് പേരടക്കം കൊണ്ടിരുന്ന, അത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. അത് സാറാണ്. സാറിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പുസ്തക പ്രകാശനത്തെ അനുഗ്രഹമാക്കുന്ന അഭിമന്യ തിരുമേനിയാണ്. തിരുമേനിയോട് എനിക്കൊരു അതിശയമുണ്ട്. ഇത്രയും വലിയ അഡ്മിനിസ്ട്രേറ്റീവ് ബേർഡൻസ്, നമുക്കറിയാം ഒരു പള്ളി കൊണ്ടു നടക്കണേ എന്ത് പാടാണ്. ഇത്രയും വലിയ ബേർഡൻ അടക്കി തിരുമേനിയെ കാണാൻ ചെല്ലുമ്പോൾ, ഞാൻ 5 മിനിറ്റൊക്കെ കാണാറുള്ളൂ, ഒരു പുതിയ പുസ്തകം കൊടുത്താൽ തിരുമേനി പൂർണ്ണ കൗതുകത്തോടെ ആ പുസ്തകം നോക്കും. ആ പുസ്തകത്തെ വിസ്മയത്തോടെ കാണും. ഒരു കുഞ്ഞെടുക്കുന്ന പോലെ ഇതെന്തുവാന്ന് ചോദിക്കും. അത് ഒരു അപാരമായ ദൈവകൃപയാണ്. പുസ്തകങ്ങളെ സ്നേഹിക്കുകയും അക്ഷരങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന സഭാധ്യക്ഷനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ധാരാളം എഴുത്തുകാരെ തിരുമേനി സൃഷ്ടിച്ചിട്ടുണ്ട് ഈ സഭയിൽ. അനേകരെ എഴുതാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും ഓർക്കുന്നു. അതുകൊണ്ട് തിരുമേനിയുടെയും കൂടെ ഒരു കുഞ്ഞാണ് ഇതെന്നാണ് എൻ്റെ വിശ്വാസം. തിരുമനസ് നൽകിയ അനുഗ്രഹം, തിരുമേനി തരുന്ന പ്രോത്സാഹനം, ഇന്നത്തെ ചടങ്ങിൽ തിരുമേനി നൽകിയ സമയം, ഇത് പുസ്തകം പ്രസാധനം ചെയ്തതില്ല, പ്രസിദ്ധീകരണം ചെയ്യാൻ ഞങ്ങളെ അനുവദിക്കുന്നതിൽ തിരുമേനിയോട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള ആദരവ്, നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തും. രണ്ടാമതായി ഷാജി സാറിനോടാണ്. റിട്ടയർമെൻറ്റ് പലതരത്തിൽ ചെലവഴിക്കാം. നമുക്കറിയാം ചില സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ റിട്ടയർ ആയി കഴിഞ്ഞാൽ ആ സ്ഥാപനയെ പിന്നെ എങ്ങനെ ഇങ്ങനെ നടത്തി മാത്രം പലതരത്തിലാണ് റിട്ടയർമെൻറ്റ്. എന്തായാലും സാറ് നിരന്തരമായ കൗതുകമാണ്. ഷാജി സാറിന് ഒരു ഒറ്റ പ്രശ്നമേ ഉള്ളൂ. എന്തുകൊണ്ട് വിശേഷമെന്ന് ചോദിച്ചാൽ വിശേഷത്തെക്കുറിച്ച് ഒരു 4 പുസ്തകം പറയും. എന്നാൽ പിന്നെ കാണാമെന്ന് പറഞ്ഞാൽ പിന്നെ കാണാമെന്നുള്ളതിനെക്കുറിച്ച് 4 കവിതയും കൂടെ പറയും. അതുപോലെ റിസോഴ്സാണ്. എനിക്ക് കൗതുകവും അമ്പരപ്പുമാണ്. ഒരു ദിവസം വീട്ടിൽ ചെന്ന് വർത്തമാനം പറയാൻ പോയതാണ്, ഒരു കാര്യം പറയാൻ പോയതാണ്. 26 പുസ്തകങ്ങളാണ്. ഞാൻ ചുമ്മാ ഒരു കൗതുകത്തിന് കയ്യിലൊരു ബുക്ക് വെക്കുന്ന പതിവുകളുണ്ട്. ഞാൻ കാറിൽ കയറിയിട്ട് വർത്തമാനം പറഞ്ഞ പുസ്തകങ്ങളെന്ന് കുറിച്ച് 26 പുസ്തകങ്ങൾ. അതൊരു അതിശയമാണ്. സാറിനെ പോലെ ഉള്ളവർ ജീവിക്കുന്ന സഭയിൽ ശുശ്രൂഷകരാകാൻ പറ്റിയിരിക്കുന്നത് ഞങ്ങളുടെ ഭാഗ്യം. സാറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട ഷാജി ജോർജ് സാറിനുള്ള നന്ദി, ആദരവ് ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. തിരക്കുകളുടെ മധ്യത്തിൽ BT മാമനച്ചൻ എപ്പോഴും സംഗീതത്തെയും വായനയും സ്നേഹിക്കുന്ന ആളാണ്. ഇടയ്ക്കൊക്കെ അച്ഛൻ്റെ കോറസ് കാണുമ്പോൾ ഞാൻ അതിശയിക്കാറുണ്ട്, ഇതൊരു സഭാ സെക്രട്ടറി ആണോ? അത്രയ്ക്ക് ഭയങ്കരമായി ഇതിനെ ബാലൻസ് ചെയ്യുന്ന ഒരു ആർട്ട് അച്ഛനുമുണ്ട്. അച്ഛനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് അച്ഛൻ ഈ പുസ്തകം സ്വീകരിക്കാനായി എത്തിയതിൽ ബഹുമാനപ്പെട്ട സഭാ സെക്രട്ടറി അച്ഛനുള്ള നന്ദി പ്രത്യേകം അറിയിക്കട്ടെ. CSSനെ നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്നു, എല്ലാവരുടെയും ആശീർവാദമുണ്ട്. കഴിഞ്ഞിടയ്ക്ക് ഇറങ്ങിയ 2 പുസ്തകങ്ങളാണ്, 3 പതിപ്പുകൾ. ഒന്നാമത്തെ പുസ്തകം ടോണി വർക്കി ഈപ്പനച്ചൻ്റെ പുസ്തകമാണ്. ജനുവരി 8 ഫസ്റ്റ് കോപ്പി ഞങ്ങൾ ഇറക്കി. ജനുവരി 22 രണ്ടാമത്തെ പതിപ്പ് ഇറക്കി. അത് മാർച്ച് ആയപ്പോൾ ഏപ്രിൽ ആയപ്പോൾ 2ാമത്തെ പതിപ്പ് തീരുകയാണ്. അത് 3ാമത്തെ പതിപ്പിലേക്ക് പോവുകയാണ്. അതിനേക്കാൾ ഫാസ്റ്റായിട്ടാണ് സാറിൻ്റെ പുസ്തകം 3ാമത്തെ പതിപ്പിലേക്ക് വരുന്നത്. 3ാം പതിപ്പ് 3 പതിപ്പുകളും കവർ ചെയ്തത് എബ്രഹാം വർഗീസ് അച്ഛനാണ് എന്നുള്ളത് ഓർക്കുന്നു. ഒരു പുസ്തകത്തിലേക്കുള്ള വാതായനമാണ് ഒരു കവർ മോശമായാൽ പുസ്തകം ചിലപ്പോൾ ആൾക്കാർ എടുക്കത്തില്ല. അതിനെ ഒരു കവർ കൃത്യമായി ചെയ്തു തരുന്നത് പ്രിയപ്പെട്ട എബ്രഹാം വർഗീസ് അച്ഛനാണ്. പ്രിയപ്പെട്ട ഈ ഒരു വർക്കിൽ ഞങ്ങളോട് സഹകരിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ ഈ സമയത്ത് നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഞങ്ങളുടെ ഒരു ടീമുണ്ട്, പ്രിയപ്പെട്ട ബെഞ്ചമിന്, പ്രിയപ്പെട്ട ബിജോയ് ചാൻ. CSS ഒരു കുടുംബമാണ്. ഞങ്ങളെല്ലാവരും നന്നായി ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ദാമു എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. ഗ്ലോബലിലുള്ള ഒരു ഹൈന്ദവ സ്നേഹിതനാണ്. എന്നാൽ അദ്ദേഹം ഒരു നിസ്വനാണ്.
അദ്ദേഹം ഞങ്ങളോട് പറയുന്ന ചില വാചകങ്ങൾ തന്നെ എഴുതിയെടുക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത്ര നിസ്വനായ ഒരു മനുഷ്യൻ. CSSൻ്റെ ഓരോ ബുക്കിലും അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ട് എന്നുള്ളത് കൂടെ ഞങ്ങൾ ഓർക്കുന്നു. അങ്ങനെ വലിയൊരു ടീമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അത്തരത്തിലുള്ള എല്ലാവരെയും ഓർക്കുന്നു. ഇന്നേ ദിവസം ഞങ്ങൾക്കിതിവിടെ നടത്താൻ അനുവാദം തന്നതിലുള്ള സന്തോഷം അറിയിക്കട്ടെ. ബഹുമാനപ്പെട്ട അൻസിൽ സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. TTI ഫാമിലി സാറിനെ സംബന്ധിച്ച് രണ്ടാം വീടാണോ ഒന്നാം വീടാണോ കുടുംബകലഹം ഉണ്ടാക്കുന്നുണ്ട്, ഞാനത് കയറി പറയുന്നില്ല. പക്ഷേ താൻ വിട്ടുപോകുന്ന സ്ഥാപനത്തിന് അതിൻ്റെ പുൽച്ചെടിക്ക് പോലും ദോഷമുണ്ടാവലെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് സാർ. അതിനെ അതുപോലെ സ്നേഹിക്കുന്നു. തിരിച്ചും സാറിനെയും അവർ സ്നേഹിക്കുന്നു. അതൊരു വലിയ മാതൃകയാണ് ഞങ്ങൾക്കൊക്കെ. TTI ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കട്ടെ. ഈ ക്യാമ്പസിലുള്ള അച്ഛന്മാർ, വലിയ വലിയ ചുമതല നടത്തുന്ന അച്ഛന്മാരാണ് എല്ലാവരും. എല്ലാ അച്ഛന്മാരോടും ഒരാടെ മാത്രമായിട്ട് പേര് പറയുകയല്ലല്ലോ, എല്ലാ അച്ഛന്മാരോടുമുള്ള സ്നേഹം, കാടിൻ്റെ അച്ഛൻ, സൺഡേ സ്കൂൾ സമാജം, എല്ലാം DSMNC എല്ലാവരും ഉണ്ട്. എല്ലാ അച്ഛന്മാരോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് DSMNC ചെയ്യുന്ന വലിയൊരു വർക്കുണ്ട്. സോഷ്യൽ മീഡിയയിൽ പ്രസൻസ് കൊടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. വത്തിക്കാൻ പോപ്പ് എവിടെ പോകുമ്പോഴും 300 പേരാണ് മീഡിയ ടീം. വത്തിക്കാനിൽ 300 പേരാണ് മീഡിയ ടീം. അവർ നേരത്തെ റിലീസ് ചെയ്യുന്ന വാർത്ത മാത്രമേ CNN, IBN അടക്കമുള്ളവർക്ക് റിലീസ് ചെയ്യാൻ കിട്ടത്തുള്ളൂ. അത്ര ഓർഗനൈസ്ഡാണ് ആ ചർച്ചൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ DSMNC ചെയ്യുന്നത് വലിയൊരു പ്രവർത്തനമാണ്. നിങ്ങൾ നേരത്തെ വന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഒരു പ്രാവശ്യം പോലെ കബീറിനോടുള്ള സ്നേഹം പറഞ്ഞില്ലെങ്കിൽ ശരിയല്ലല്ലോ. തിരൂരിൽ നിന്ന് ഒരു പുസ്തക പ്രകാശനത്തിന് വേണ്ടി യാത്ര ചെയ്ത് തലേ ദിവസം വരുന്നു. ഇതുകൊണ്ട് മാത്രമാണ് CSS പ്രവർത്തിക്കുന്നതെന്ന് അറിയിക്കട്ടെ. ഇങ്ങനെയുള്ള സ്നേഹമനുഷ്യർ അവരുടെ സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങളുടെ തലകളെ വണക്കുകയും നിങ്ങളെല്ലാവരും ഈ പുസ്തകത്തെ സ്നേഹിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. സ്നേഹം, നന്ദി, ആദരവ് രേഖപ്പെടുത്തുന്നു. ഭക്ഷണം ചെറിയൊരു ലൈറ്റ് ഫുഡ് ക്രമീകരിച്ചിട്ടുണ്ട്. സാറാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും സമയത്തിന്, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. CSSൻ്റെ 100ാം വർഷമാണ് ഇത്. ഈ വർഷത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് സജേഷ്. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ജീവിക്കുന്നതിനും സ്വപ്നങ്ങൾ കാണുന്നതിനും അറിവ് നേടുന്നതിനും ദർശനങ്ങളെ പ്രാപിക്കുന്നതിനും ദൈവം നൽകുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ മലങ്കര മാർത്തോമാ സുറിയാനി സഭയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനിയെ ഓർത്ത് പ്രത്യേകമായിട്ട് നന്ദി കരയിട്ടു. പ്രത്യേകമായി പ്രിയപ്പെട്ട ഷാജി സാർ നീ നൽകിയ വലിയ വരങ്ങൾക്കായി സ്തോത്രം. അറിവ് നേടുന്നതിനും അത് ശരിയായ വിധത്തിൽ പകരുന്നതിനും പങ്കിടുന്നതിനും നിൻ്റെ മകന് നൽകിയ പ്രാഗൽഭ്യത്തിനായി സ്തോത്രം. പുസ്തകങ്ങളിലൂടെ അനേകരെ സ്വാധീനിക്കുന്നതിനും ഒരു നവസമൂഹത്തെ വളർത്തിയെടുക്കുന്നതിൽ പ്രിയപ്പെട്ട ഷാജി സാർ ചെയ്യുന്ന വലിയ കോൺട്രിബ്യൂഷനായി സ്തോത്രം ചെയ്യുന്നു. ഇത്തരത്തിൽ ഒരു പുസ്തകം രൂപപ്പെടുത്തിയെടുക്കുവാൻ കഠിനമായി അക്ഷീണമായി അധ്വാനിക്കുകയും അത് പുസ്തക രൂപത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും ലഭ്യമാകുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ അധ്വാനിച്ച നിൻ്റെ മകൻ്റെ ജീവിതാനുഭവത്തെയും സമർപ്പണത്തെയും കർത്താവ് കാണുന്നതിന് സ്തോത്രം. കുടുംബമായി ദൈവം അനുഗ്രഹിക്കണം. CSSനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് പ്രകാശം നൽകുന്ന വലിയ ശുശ്രൂഷ തുടരുന്നതിനാൽ സ്തോത്രം. ഞങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ ഒരുമിച്ച് ഭാഗമാകുവാൻ ദൈവം അനുവദിച്ചതിനാൽ സ്തോത്രം. ഞങ്ങളെല്ലാവരും ഈ ഒരു വലിയ പ്രകാശം ഉൾക്കൊണ്ട് മുൻപോട്ട് ജീവിക്കുവാൻ, സാക്ഷ്യ സമൂഹമായി മുൻപോട്ട് ജീവിക്കുവാൻ ദൈവം സഹായിക്കണം. പ്രത്യേകിച്ച് ഇരുണ്ട ലോകങ്ങളിൽ, ഇരുളുകളിൽ ജീവിക്കുന്ന മുഖം നഷ്ടപ്പെട്ട അനേകം മനുഷ്യർക്ക് പ്രകാശം നൽകുന്ന വലിയ ശുശ്രൂഷ സഭയിലൂടെ സംഗതമായി തീരുവാൻ ദൈവം സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാർഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രിയരെ നമ്മുടെ എല്ലാവരോടും കൂടെ, ഈ പുസ്തക വായനക്കാരോടുകൂടെ, എഴുതിയതായുള്ള ഷാജി സാറിനോടും കുടുംബത്തോടും കൂടെ ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ.